ചർച്ച് ബില്ലിനെ ഞങ്ങൾക്ക് പേടിയില്ല, പക്ഷേ ചെറിയ ഭയമുണ്ട്. ചർച്ച് ബിൽ എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കുർബാന കൂദാശ വ്യവസായികൾക്ക് ഹാലിളകി തുടങ്ങി. സർക്കാർ ഇത്തരം നടപടികളിലേക്ക് കടക്കുവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ അപ്പോൾ കുരിശ് കൃഷിക്കാർ കാലാകാലങ്ങളായി ഇറക്കുന്ന ഒരു സ്ഥിരം നമ്പറാണ് കഴിഞ്ഞ ദിവസവും നടന്നത്. ഇതിൽ പുതുമയൊന്നുമില്ല. ചവ പാർട്ടി ഉണ്ടാക്കുമത്രേ, ബാക്കിയെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. സർക്കാർ നമ്മുടെ പള്ളികളും സ്വത്തുക്കളും എല്ലാം പിടിച്ചെടുക്കാൻ പോകുന്നേ, ഓടിവായോ, നമുക്കതിനെ വർഗീയത കൊണ്ട് നേരിടണം എന്ന് കുരിശ് കൃഷിക്കാർ പള്ളിയിൽ നിന്ന് അടിമകളോട് പറയുമ്പോൾ മലമൂട്ടിലുള്ള കുറെ അടിമകൾ ചാടിത്തുള്ളി കൊടുക്കുന്ന തൊപ്പിയും വെച്ച് മുദ്രാവാക്യവും വിളിച്ചിറങ്ങും. അതാണ് കഴിഞ്ഞ ദിവസവും സംഭവിച്ചത്. ഇത് കണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ പേടിക്കും, അരമനയിൽ പോയി കുനിഞ്ഞു നിൽക്കും. പാമ്പ്ളാനി ബിഷപ്പ് പറയുന്നത് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ കഷ്ടപ്പെട്ട് കുർബാന കളിച്ചുണ്ടാക്കിയ സ്വത്താണെന്നാണ്, അല്ലാതെ വിശ്വാസികളെ പിഴിഞ്ഞ് കുളയട്ടെ പോലെ ചേർത്തതല്ല. ഏതാനും ആഴ്ച മുമ്പാണ് താമരശ്ശേരി രൂപതയിലെ അലീന ബെന്നി എന്ന 29-കാരി ആത്മഹത്യ ചെയ്തത്. സഭ ആവശ്യപ്പെട്ട 30 ലക്ഷത്തിൽ 16 ലക്ഷം രൂപ രൊക്കം കോഴയായി നൽകി സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളിൽ അലീന 6 വർഷം മുമ്പ് ജോലി നേടിയിരുന്നു. 6 വർഷം സഭയുടെ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെ, വണ്ടിക്കൂലിക്ക് പോലും മാർഗമില്ലാതെ കഴിഞ്ഞയാഴ്ച ആത്മഹത്യ ചെയ്യുണ്ടായി. കോടികൾ സഭകൾക്ക് കോഴയായി നൽകി ജോലിയിൽ പ്രവേശിച്ച അനേകായിരങ്ങൾ ഇന്നും ശമ്പളമൊന്നുമില്ലാതെ ജോലി ചെയ്യുന്നുണ്ടെന്ന് നാം ഓർക്കണം. ന്യൂനപക്ഷ പദവി വെച്ച് വിശ്വാസികളുടെ ചെലവിൽ സ്കൂളുകളും കോളേജുകളും തുടങ്ങി പണം കൊയ്യുന്ന കുരിശ് കൃഷി മുതലാളിമാർ, പാലായിൽ വിശ്വാസികളുടെ പണം പിരിച്ച് കോർപ്പറേറ്റ് ആശുപത്രി പണിത് അവസാനം പണി കഴിഞ്ഞപ്പോൾ സ്വന്തം ട്രസ്റ്റ് ഉണ്ടാക്കി ആശുപത്രി അതിന്റെ ഉടമസ്ഥയിലാക്കിയ സഭയുടെ പാലാ രൂപതാ തന്ത, പാവപ്പെട്ട വിശ്വാസി സമൂഹത്തെ കാട്ടി മാറി മാറി വരുന്ന, തങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്ന പാർട്ടികൾക്കൊപ്പം നിൽക്കുന്ന, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സംസ്കാരമുള്ള ഈ കൂദാശ മുതലാളിമാരെ കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റില്ലെന്ന് ഈ ബിഷപ്പിന്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും. മൊണ്ണവിശ്വാസികളെ കൂദാശ കാണിച്ച് വലിപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് മോഹിപ്പിച്ച് അവന്റെ നിക്കറിൽ കിടക്കുന്ന പണം കാണിക്കുകയെന്നും ദശാംശമെന്നും സംഭാവനയെന്നും പറഞ്ഞ് തിന്ന് നെയ്മുറ്റിയ ഈ മോന്മാരെ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറക്കണോ, അതോ ഇവന്മാരെ പിടിച്ച് 4 കൈവപ്പ ശുശ്രൂഷ കൊടുത്ത് പള്ളിമുറിയിലിട്ട് തീറ്റ കൊടുക്കണോ എന്ന് വിശ്വാസി സമൂഹം തീരുമാനമെടുക്കുക. പള്ളിത്തന്തന്മാർ പള്ളിമേടയിൽ കിടന്ന് കൂദാശ കളിക്കട്ടെ, നാട്ടിലുള്ള ആമ്പിള്ളേർ നാട് ഭരിക്കട്ടെ, അത് മതി. ഇനി വിരട്ടലുമായി ഇറങ്ങിയ പാമ്പ്ളാനി ബിഷപ്പിന്റെ വാക്കുകൾ കേൾക്കുക. റബ്ബറിന് ഒരു 350 രൂപ ഒലത്തിയാൽ ഞങ്ങളൊരു MBA ഒലത്താം എന്ന് പറഞ്ഞ മുതലാണിത്. ആത്മസംയമനത്തോടെ ഇയാളുടെ വാക്കുകൾ കേട്ടാലും. ഇല്ല, ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ചായ്വായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ നിലപാടുകളുടെ അന്തസ്സത്ത മനസ്സിലാക്കാത്തതുകൊണ്ടാണത് അപ്രകാരം വിനിയോഗിക്കുന്നത്. ചർച്ച് ബില്ല് വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ആരും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ സഭ എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഞങ്ങളുടെ ജനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വിലയാണത്. അതുപോലെ തന്നെ ആഗോള സഭയുടെ കൂട്ടായ്മയിലൂടെ നൽകപ്പെടുന്നതാണത്. അതുകൊണ്ട് ഏതെങ്കിലും ബില്ല് വന്നാൽ അന്യായമായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുള്ളവർക്ക് ഭയപ്പെടേണ്ടതുള്ളൂ. ചർച്ച് ബില്ലിൻ്റെ പേരിൽ സഭയ്ക്ക് പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല. അത് നീതിപൂർവമായ നിലപാടുകൾ ആ സമയത്ത് സഭ സ്വീകരിക്കുന്നതായിരുന്നു. മുനമ്പത്തെ ജനതയ്ക്ക് അവരുടെ ഭൂമിയിൽ റവന്യൂ അവകാശം രേഖാമൂലം നൽകുന്നത് ആരാണ് എന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെയും ഇവിടെയും പ്രസംഗം പറഞ്ഞതുകൊണ്ടോ അവിടെ ഏതെങ്കിലും നിയമം പാസ്സാക്കി എന്ന് പറഞ്ഞതുകൊണ്ടോ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. അവർക്ക് ആ ഭൂമിയിൽ റവന്യൂ അവകാശം ഉറപ്പുവരുത്തുന്നത് ആരാണ്, എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആണോ അല്ലയോ എന്നുള്ളത്, ആണെന്നും അല്ലെന്നും വാദിക്കുന്നവരുണ്ട്. അത് ആണോ അല്ലയോ എന്നുള്ളത് അവർക്ക് അതിനുള്ള രേഖ കൈ കിട്ടിക്കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പ്രത്യേകിച്ചുള്ള പ്ലാനിങ്ങുകളൊന്നും നടത്തിയിട്ടില്ല. മറിച്ച്
അത് സഭയെപ്പോലെ സംഘടിതമായൊരു സംവിധാനത്തിൽ അത് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുക ദുഷ്കരമായ കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങളൊരു പാർട്ടി രൂപീകരിക്കുക എന്നുള്ളതിന് പ്രഥമ പരിഗണന നൽകുന്നില്ല. മറിച്ച് നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രദ്ധ ഈ അനീതിപരമായ നിലപാടുകളിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അപ്രകാരമുള്ള അതിക്രമങ്ങൾ ഈ ഞങ്ങളുടെ മുഖത്ത് മാത്രമേറ്റ അടിയല്ല, അത് മതേതരത്വത്തിൻ്റെ തിരുമുഖത്തേറ്റ അടിയാണ് എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. തെറ്റുകളെ തെറ്റാണെന്ന് പറയുവാനുള്ള ആർജവത്വം സഭയ്ക്ക് എല്ലാ കാലത്തും ഉണ്ട്. അത് സഭ ആർക്കും പണയം വെച്ചിട്ടില്ല. തീർച്ചയായും സമുദായത്തിൻ്റെ ന്യായമായ അവകാശങ്ങളെ പോലും പരിഗണിക്കാതെ വരുമ്പോൾ അത് മുന്നറിയിപ്പ് തന്നെയായി മാറും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.